Yes, Kavya, good afternoon. Good afternoon, sir. Edumol, good afternoon. Edu Prince Ashwini, good afternoon. Andrea, Sudisha, good afternoon. Vinci, Aina, Emily, good afternoon. Good afternoon, sir. Okay, Reshma, Zishya, yes, Kiba, Uhasina, good afternoon. Yes. Arabia, let us start. Let us start. Okay. Yes, Edu. നമ്മൾ പല ടെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. അഞ്ചു അരവിന്ദ്, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. സബ്ജക്റ്റ് എഴുതി, ആസ് അല്ലെങ്കിൽ ഹാവ്, സബ്ജക്റ്റ് എഴുതി പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് അടുത്തൊരു ടെൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസാണ്. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന, ഇൻ ഫ്യൂച്ചർ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അങ്ങോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമുക്ക് ചെയ്യാം. ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സംഗതി പറഞ്ഞിട്ടില്ലല്ലോ. അതിനെ പറഞ്ഞിട്ടുണ്ടോ? നോ. നോ എന്നാണ് എസ് എന്നാണ്. ഐ ഹാവ്. I have വെച്ചിട്ട് നമ്മൾ നോ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. റെഡി. ഞാൻ ചിലപ്പോൾ എന്റെ മനസ്സിലുണ്ടാവും, ചിലപ്പോൾ ക്ലാസ് അങ്ങനെ കടം മാറിപ്പോകും. അതുകൊണ്ടാണ്. യെസ്, അതുപോലെ നമുക്കൊരു കാര്യം പറയാം. സാധാരണഗതിയിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന് പോകണം. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യും. അതുകൂടാതെ ഹാവ് എന്ന് പറയുന്ന വേർഡിന് ഉണ്ട് എന്നർത്ഥമുണ്ട്. ഐ ഹാവ് എ കൗ, എനിക്കൊരു പശുവുണ്ട്. ഐ ഹാവ് എ സ്മോൾ ഹൗസ്, എനിക്കൊരു ചെറിയ വീടുണ്ട്. അപ്പൊ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഒരു നൗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹാവിന്റെ അർത്ഥം പ്രസന്റ് ടെൻസ് ഒന്ന് വെർബാണ്, ഉണ്ട് തുടങ്ങുന്നത്. യെസ്, ഐ ഹാവ് ഇത് പറഞ്ഞിട്ട് നമുക്ക് എന്താണോ ഉള്ളത് അതിനെ കുറിച്ച് പറയാം. യെസ്, അപ്പൊ ഞാനിപ്പോ നമ്മൾ ഹാവിന്റെ ആ കൺസ്ട്രക്ഷൻ നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കും. അവിടെ നിന്ന് നിങ്ങളങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സംഗതികളൊക്കെ നിങ്ങളുടെ സ്വന്തം. നിങ്ങൾക്ക് പറയാം, ഐ ഹാവ് ലോങ് ഹെയർ, എനിക്ക് എന്തുണ്ട്, നീളമുള്ള മുടിയുണ്ട്. വേറെ ആക്കോടെ പറയാം, ഐ ഹാവ് ഷോർട്ട് ഹെയർ, എനിക്ക് ചെറിയ നീളം കുറഞ്ഞ മുടിയാണ്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, അത് വേണമെങ്കിൽ പറയാം. ഐ ഹാവ് 2 babies. യെസ്, അങ്ങനെ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ വേണമെങ്കിൽ പോകണ്ട, അവിടെ ഇരുന്നോട് ചുറ്റി നോക്കിയാൽ മതി. ഒരു 5 ഐറ്റംസ് നോക്കി നോക്കാം. നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല അയൽക്കാരുണ്ടാവും. നിങ്ങൾക്ക് എന്ത് പറയാം, ഐ ഹാവ് ഗുഡ് നൈബേഴ്സ്. ഒരെണ്ണമുള്ള എങ്കിൽ ഏതിന് ചേർത്ത് ഒരാളുള്ളൂ, ഐ ഹാവ് എ ഗുഡ് നൈബർ. ഒന്നിൽ കൂടുതൽ നൈബേഴ്സ് എല്ലാം വേണമെങ്കിൽ എ കളയ നൈബേഴ്സ്. ഐ ഹാവ് ഗുഡ് നൈബേഴ്സ്. യെസ്, ഞാൻ നിങ്ങൾ പറയുമെന്ന് വിചാരിക്കുന്ന ഒരു വാചകം, ആരെങ്കിലും പറയുമെന്ന് വിചാരിക്കുന്ന ഒരു വാചകം ഞാൻ എന്റെ മനസ്സിൽ പറയുന്നു. ഞാനങ്ങനെ വിചാരിക്കുകയല്ല, ആര് പറയുമെന്ന് നോക്കട്ടെ. ഞാനെന്റെ മനസ്സിൽ വിചാരിക്കാം. യെസ്, അപ്പൊ റെഡിയാണല്ലോ. ഒരു 5 ഐറ്റംസ് നിങ്ങൾക്കുള്ള ഒരു 5 ഐറ്റംസ് നോക്കി നോക്കാം. ഐ ഹാവ് ഐ ഹാവ് ഐ ഹാവ് ഐ ഹാവ് റൗണ്ട് ഫേസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. യെസ്, ഐ ഹാവ് ബ്യൂട്ടിഫുൾ സ്കിൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിങ്ങൾക്കുള്ള 5 ഐറ്റംസ്. അപ്പൊ അയനയാണ് ഐശ്വര്യമായിട്ട് ആരംഭിക്കുന്നത്. അയന എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ലെറ്ററിലാണ് ആരംഭിക്കുന്നത്.
അപ്പോ എ ഇസ് ഫസ്റ്റ് ലെറ്റർ. സ്വാഭാവികമായിട്ടും ആയുടെ പ്രതിനിധിയായിട്ട് എ നമുക്ക് എടുക്കുന്നു. അയനക്കുള്ള 5 ഐറ്റംസ്. യെസ്, come on. I have. ഹലോ. നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചോണ്ട് അതായത് കോമഡി ഒക്കെ ചെയ്തത്. അതായത് ഐ ഹാവ് എ പെൻ, ഐ ഹാവ് എ ഡെസ്ക്, ഐ ഹാവ് വെറൈറ്റി. I have a garden with beautiful flowers. Okay. I have a beautiful kitten. Yes. I have a small aquarium with. Yes, small aquarium. Yes. With the golden fish in it. Okay. I have the family. 2 more. Andrea, get ready. I have a beautiful ഇല്ല അല്ലെ? ഓരോരുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു. I have a fish pond. Yes. I have a fish pond. Fish pond. സ്കൂട്ടറോ സൈക്കിളോ അങ്ങനെ എന്തെങ്കിലും? I have short hair. I have short hair. Okay. അതിനൊക്കെ ഒരു ചാൻസ് കൂടി തരാം. അതിനെ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ അതിനൊക്കെ അത് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഒരു ചാൻസ് കൂടി തരാം. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് സമയം കിട്ടിയില്ല. എങ്ങനെയാണ് ഈ സംഗതി പോകുന്നത് പിടികിട്ടി. യെസ്. അപ്പോ ഇനി ആൻഡ്രിയ ആൻഡ് സ്റ്റാൻലി. ഐ ഹാവ് വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങൾ ആ മുറിയിൽ നിന്നോട് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സാധനങ്ങൾ എന്റെ കൂടെ ഐ ഹാവ് ചേർത്ത് പറഞ്ഞാൽ പോലെ. ഐ ഹാവ് എ ലാപ്ടോപ്പ്, ഐ ഹാവ് എ മൊബൈൽ ഫോൺ. നോക്കുമ്പോ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെയാണ് കാണുന്നത്. ഐ ഹാവ് ബ്ലൂ ചുരിദാർ. യെസ്. ഐ ഹാവ് റെഡ് സാരി. യെസ്. ആൻഡ്രിയ വരുമെന്ന് വിചാരിക്കാം. ലക്ഷ്മി ബിപിൻ. ഓക്കെ. നമ്മുടെ കാവ്യ റെഡിയാണ്. അപ്പൊ കാവ്യ റെഡിയാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് കാവ്യനെ വിളിക്കാം. കാവ്യ വരും. Sir, good afternoon, sir. Yes, good afternoon. Sir, I have a cute home. I have a Cute home. yes. I have best parents. Yes. I have a laptop. Yes. I have long hair. Yes. I have hands. Yes. I have legs. hands ആണ് പറയുന്നത് ഉദ്ദേശിച്ചത്. ഹാൻഡ്സ് ആണോ ഇതിപ്പോ? അതെ. അപ്പൊ എ വേണ്ട, ഹാൻഡ്സ് അല്ലേ? ഉണ്ടെങ്കിൽ മാത്രമേ എ ഇട്ടാ മതി, അല്ലെങ്കിൽ എല്ലാത്തിനൊക്കെ എ കളഞ്ഞോളൂ. യെസ്. I have room. യെസ്. അപ്പൊ ആ റൂമൊക്കെ ഒന്ന് ഒരു അഡ്ജക്റ്റീവ്. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ റൂം. യെസ്. പിന്നെ ഇനിമോ? ഓക്കെ കാവ്യ, വെരി ഗുഡ്. യെസ്. അപ്പൊ കാവ്യ പറഞ്ഞിട്ടുണ്ട്, റെഡിയായിരുന്നു. യെസ്. അപ്പൊ ഇനി അടുത്തത് നീതു പറയും. നീതു. Good afternoon, sir. Yes, good afternoon. I have a small house. Yes. I have a beautiful and small family. Very good. Yes. 2 beautiful eyes. Yes, I have beautiful eyes. Oh, I have a garden in my house. Okay. Very good. Yes. യെസ്. അപ്പൊ നമ്മുടെ നീതു പറഞ്ഞ പോലെ
കറക്റ്റ് ആയിട്ട് പറയട്ടോ, അതായത് വെറൈറ്റി ആയിട്ട് പിടിക്കും, ആരും പറയാമെന്ന് പറയും. യെസ്. ഐശ്വര്യ, ഐശ്വര്യ പറഞ്ഞോളൂ. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. I have a beautiful house. ഐ ഹാവ് എ വേണ്ട, ഐ ഒന്നും കൂടുതലാകുമ്പോ എ കളഞ്ഞിട്ട് മതി. ബ്യൂട്ടിഫുൾ ഐസ്. ഓക്കെ. Sir, I have a beautiful house. സോറി. I have 2 children. യെസ്, ചിൽഡ്രൻ മതി കേട്ടോ. ചൈൽഡിന്റെ പ്ലൂരല് ചിൽഡ്രൻ. Uh, I have a supportive family. Yes, yes. I have a supporting family. Yes. And I have an ambition to get a job. Yes, I have an ambition to get a job. I have a lot of friends. I have a lot of friends. I have a scooter. Yes, I have a scooter. That's all, sir. Okay, very good. Okay, Aishwarya, very good. രണ്ടു കൊണ്ടൊക്കെ നല്ല വെറൈറ്റി ആയിട്ടാണ് ഐശ്വര്യ പറഞ്ഞത്. Okay, very good. രാജി പറയും. Yes, sir. I have a new bag. Yes. I have studies English. I have studied English. I have studied um, English. Okay. uh, അല്ലെങ്കിൽ I have interest to study English. studying. Okay. I have another credit card. Yes, very good. I have beautiful puppy. I have a puppy. Yes. I have a laptop. I have a laptop. Okay, Rajiv. Very good. Okay. Needumol പറയൂ. Needumol. I have. What I have. പറഞ്ഞോ. Hello. Yes, Needumol. Continue. I have many family members. I have I have many family members. Yes. Okay. I have 3 brothers. Yes. Very good. 3 brothers. Yes. I have a twin brother. Yes. I have a scooty. Yes. I have a little girl. Yes. Okay, sir. This. Very good. Okay. നീതുടെ ജീവിതത്തിൽ നിന്ന് ശേഖരിച്ചു വെച്ചാണ് പറഞ്ഞത്. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. ഇനി ഐശ്വര്യ, വികാഷ്, വേറെ ഐശ്വര്യ ഉണ്ടായിരുന്നു നമ്മളുടെ ഐശ്വര്യ, മനോജ് കൂടാതെ ഐശ്വര്യ. സോറി. ഐശ്വര്യ പറഞ്ഞോളൂ. ഐശ്വര്യ. Okay, sir. I have a dog. It has a short tail. Yes. I have a scooty. Yes. I have a scooty. It is a black color. I have I have black. a sister. I have a sister. She is genius. Yeah. I have a clean house. അല്ല, അത് അതിന്റെ അഡ്ജക്റ്റീവ് ചേർത്തത് I have a sister. She is genius. അപ്പൊ she is genius. അപ്പൊ നമുക്ക് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാം. I have a genius sister. നേരത്തെ പറഞ്ഞില്ലേ I have its color is black, സ്കൂട്ടിക്ക് പറഞ്ഞ പോലെ നമുക്ക് അതൊന്ന് എഡിറ്റ് ചെയ്ത് ചെറുതാക്കാം. I have a black color scooty. Yes. അപ്പൊ എന്താ പറയാ, സാധാരണഗതിയിൽ why did you call your sister as a genius? എന്തുകൊണ്ടാണ് ജീനിയസ് വിളിക്കാൻ കാരണം? Extraordinary. She is extraordinary. She is extraordinary. Now, what is the specialty that you see in education or in the absorbing facts or in presence of mind? Or what is Singing, dancing. singing, dance? Oh, yes, very talented. Okay. Yes. I have a kind heart. Yes, I have a kind heart. So, yes, very good. Yes. Okay, sir. Okay, very good. Very good. ശരി.
Yes, Muhasina. Muhasina പറയും. Muhasina. I have a phone. I have a phone. I have a husband. I have a husband. I have a family. I have a I have- cute family. A supporting family. ഒരുപാട് ചേർന്ന്. Yes. I have a sister. I have a sister. I have brother-in-law. I have a brother-in-law. Yes. I have beautiful bangles. Yes, അതാരും പറയാത്തതാണ്. I have beautiful titles. I have a degree. I have a kitty. That is all. That's all. Very good, very good. അത് very good, very good, very good, very good. Srikutti. Good afternoon, sir. Yes, good afternoon. Welcome. So I have a daughter. I have a daughter. I have a scooty. I have a scooty. I have a good friend. Yes, I have a best I have- friend. I have beautiful eyes. Yes, I have a dream. yes, I have a lovable father. yes, I have a good mind. yes, I have a textile shop. yes. എനിക്ക് അതോരം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. I have a dream. എനിക്കൊരു സ്വപ്നമുണ്ട്. Is your dream? സ്വപ്നത്തിന്റെ പുറകെ പോവുക. പൈസ അതിന്റെ പുറകെ വരും, പ്രശസ്തി അതിന്റെ പുറകിൽ വരും, ബാക്കിയൊക്കെ അതിന്റെ പുറകിൽ പോകും. യെസ്, നമുക്ക് ഇന്നത്തെ APJ അബ്ദുൽ കലാം കുറേയാണ് പറയുന്നത്. സ്വപ്നം കാണുക. സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം നടത്താനായിട്ടെങ്കിലും ഒരു താല്പര്യം ഉണ്ടാവും, ഇഷ്ടമുണ്ടോ നടത്തിക്കാൻ വേണ്ടി. നമ്മൾ ഡെസ്പടിച്ചിരിക്കരുത്, അത് അങ്ങനെയാണ് സംഭവിക്കും. നിങ്ങൾ വലിയ സംഭവം വിചാരിച്ചാൽ ബാക്കിയുള്ള സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അത് ശ്രീകുട്ടനായ ഐഡിയ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അർച്ചന. Yes, sir. അർച്ചന പറഞ്ഞോളൂ. അർച്ചന, വാട്ട് ആർ ദ 5 things that you have? I have eight cats. Yes, I have a painting. I have yes, two aquarium. I have yes, white nail polish. I have yes, two brothers. I have beautiful rings. yes. I have white nail polish. കണ്ടോ, അതുവരെ പറഞ്ഞ അർച്ചന. വെരി ഗുഡ്, വെരി ഗുഡ് അർച്ചന. Thank യെസ്, you. ഓക്കെ. പ്രിറ്റി പറയൂ, പ്രിറ്റി. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. I have cute face. യെസ്, വെരി ഗുഡ്. I യെസ്, have pimple in my face. യെസ്, ഓക്കെ. I have a small little baby. യെസ്, 2 more, 3 ആയി. I have husband. യെസ്, അവിടെ ഞാൻ ഒരു അഡ്ജക്റ്റീവ് കൊടുത്ത് പറയണ്ട. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്. I have a dream. I have a dream. Okay, very good, very good, very good. Okay, Pretty. Yes, Ginny Moll പറയൂ. Ginny Moll. Good afternoon, sir. Yes, good afternoon. Sir, I have a loving husband. Yes, I have a supportive family. yes, I have 2 children yes, and I have long hair yes, and I have some tuition children yes, and I have a small house yes, and I have a beautiful bracelet yes, and I have a pet. yes. That's all, sir. Very good, very good. Okay, 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 okay. Vincy, Vincy, very good. Ginny. Vincy. Good afternoon, sir. Yes, Vincy, good afternoon. Now I have cold and headache, sir. Oh, പറയാൻ പറ്റുമോ? I have a caring husband and 2 daughters. Yes, very good, very good. Yes, I have a beautiful garden. yes, I have a small
I have a good neighbor. Yes. I have a small, beautiful house. Yes. Okay, sir. Okay, okay, very good, very good, very good, very good. Yes. Okay, 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 okay. Yes, correct ആണ് പറഞ്ഞത്. Yes, very good, very good. ശില്പ പറയൂ. I have a lot of ambition. Yes. I have a good habits. Yeah, very good. Yeah. I have a many good friends. Yes. I have a little kid. Yes. I have a blessings of God. Oh, അതാരും പറയാത്ത സംഗതിയുണ്ട്. I have the blessings of God. Very good. I have presence of mind. I have presence of mind. Very good. Yes. Okay, Shilpa. Very good, very good. Variety of the word. Very good, very good, very good. Yes. Varsha പറയൂ. Good afternoon, sir. Yes, good afternoon, Varsha. I have completed my degree. I have completed my degree. Okay. I have a loving my family. I have a loving family. Yes. I have one brother. Yes. I have a passion for traveling to new places. Oh, very good. I have a simple approach to life. അതാരും പറയാത്ത സംഗതിയില്ല. I have a simple approach to life. അല്ലെ, ജീവിതത്തോട് എനിക്ക് വലിയ ഭയങ്കരതയൊന്നുമില്ല. Simple approach. Yes. Very good, very good. Okay, okay. Thank you, sir. നമുക്ക് അമിതമായിട്ട് പ്രതീക്ഷിക്കുമ്പോഴാണ് നിരാശ വരുന്നത്. അമിതമായിട്ട് പ്രതീക്ഷിച്ചില്ലെങ്കിലും നിരാശ ഉണ്ടാകില്ല, സന്തോഷമായിരിക്കും. സിമ്പിൾ അപ്രോച്ച്. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾക്ക് ലഭിക്കാനുള്ളതാണെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ അവസരം നിങ്ങളുടെ തലയിൽ തന്നെ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ അരികത്തിന് വരും. യെസ്. നമുക്കത് ലഭിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ചിട്ട് അത് എന്ത് ചെയ്യും? അത് നഷ്ടപ്പെടും, അല്ലേ? അത് ഇൻ ബിറ്റ്വീൻ ദ ലിപ്സ് ആൻഡ് കപ്പ്, അതിന്റെ ഇടയിൽ വെച്ചിട്ട് സംഗതിയാണ് നമുക്ക് സഹിക്കും. ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാതെ ജീവിതത്തിൽ ഒക്കെ റെഡി ആയിട്ട് വരാൻ ലാസ്റ്റ് മൊമെന്റ് ഇല്ലേ, ഫൈനൽ മൊമെന്റ്, അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും സാധാരണ മിസ്സായി. യെസ്, ഒക്കെ നടക്കുമ്പോൾ വിചാരിക്കുന്നതാണ്, പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഒന്ന് മിസ്സായി. യെസ്, യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ശില്പ. വർഷ പറയും. വർഷ. സാർ ഞാനാണ് ഇപ്പൊ പറഞ്ഞത്. സുധീഷ. Good afternoon, sir. Yes, good afternoon. I have a very supportive and caring mother-in-law. Yes, very good, very good. I have a beautiful collection of cosmetics. Yes. I have a lot of clothes which doesn't fit in my cupboard. Yes. I have a very supportive husband. Yes. I have a dance performance on 27th of this month. Oh, very good, very good. Where is the performance? Where? Near my house, we have a Ganapati Mandir. Yes, okay, okay. So Ganesh Chaturthi is coming this month. So we are performing there. So advance congratulations. Okay. Thank you, sir. Okay, okay. Very good, very good, very good. Yes, ഞാൻ ഒന്നിന്റെ പേര് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. യെസ്, നീ ആയിരിക്കും. സജന, ആർ യു റെഡി? സജന ഉല്ലാസ്, നീ ആർക്കാണ് പറയാൻ? യെസ്, ഞാൻ വളരെ സിമ്പിളായ കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കയ്യിലുള്ള 5 ഐറ്റംസ് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചെറിയ കോൺഫിഡൻസ് വരും. പറഞ്ഞോ സജന, ആർ യു റെഡി? Yes, sir. Good afternoon, sir. Yes, good afternoon. I have a supporting family. Yes. I have a loving husband. Yes, okay. I have a passion for cooking. Oh, very good. Which type of food that you prepare? All South Indian dishes. Oh, South Indian dishes. Very good.
Okay, let I me have continue. okay. I have a pet. Yes, I have a driving license. yes, I have a good friend. yes. Okay, very good, very good. Okay, Sajana. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും പറയുമ്പോഴേ ആൻഡ്രിയ ഐ കം ടു യു. ഓരോരുത്തരും പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് ഒരു ഏകദേശം യെസ് ആരാണ് എന്താണ് എങ്ങനെയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സജന, എയ്മോ. Hello. Yes, continue. I have a big collection of bangles. Oh, very good. Yes. Then. And a beautiful house. Okay. Another big collection of cosmetics, then bangles. Okay, very good, very good, very good. Yes. Andrea. I have a supporting family. I Yes. have a reading book. My reading book. I have Yes. a love flowers. I have a fragrance feeling. Yes. I have a fashionable dressing. Yes. Have a dancing. Yes. Okay, Andrea. Very good, very good. Andrea ക്ക് പേടിയില്ലേ? പേടിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ടാണ് പറഞ്ഞു. കുറച്ച് ശബ്ദത്തിലാണ് പറഞ്ഞു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച് മൂന്നാഴ്ച പറഞ്ഞില്ല. ഞാൻ വേറൊന്നുമില്ല. ഐ ഹാവ് എ സപ്പോർട്ടീവ് ആൻഡ് ലവ്ലി ഹസ്ബൻഡ്. ആരൊക്കെ പറയുമെന്ന് ഞാൻ നോക്കിയത്. പക്ഷെ എന്നെ ഞെട്ടിച്ചിട്ട് ഒരാള് സപ്പോർട്ടീവ് മദറിലോ കൂടി വന്നു. യെസ്. അപ്പോ ആരൊക്കെ പറഞ്ഞു? അത് മുഹസീന പറഞ്ഞു, ജിനിമോള് പറഞ്ഞു, ബെൻസി പറഞ്ഞു, സുധീഷ പറഞ്ഞു. യെസ്, അവരൊക്കെ കറക്റ്റായിട്ട് ഞാൻ വിചാരിച്ച് പറഞ്ഞതാണ്. ഓക്കെ, ഇനി പറയും. ഇനി ആൾക്കാർ പറയുന്നത് നിങ്ങൾക്കുള്ള 5 സംഗതികൾ സ്വന്തമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു 5 ഐറ്റംസ് ആണ് നമ്മളോട് പറഞ്ഞത്. ഐ ഹാവ്, വാട്ട് ഐ ഹാവ്, എന്താണ് എനിക്കുള്ളത്. യെസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഐറ്റംസ് ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇനി വീണ്ടും ഒരു വീടിന്റെ താമസമൊക്കെ നടത്തുമ്പോൾ ആ ഐറ്റം ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അതുണ്ടല്ലോ. അടുത്ത ഐറ്റം വാങ്ങിച്ചു കൊടുത്ത് തന്നാൽ മതിയല്ലോ പ്രസന്റേഷൻ ആയിട്ട്. സോ എന്താണുള്ളത്? What do you have? I have a small car. I have a scooter. I have a small house. I have a lovely husband. I have a good family, good children. Yes. Sangeeta, are you ready? Good afternoon, sir. Yes. സർ സോറി, ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. ഞാൻ ഇപ്പൊ കൂടെ ഉള്ളവർ പറയണത് കേട്ടു. ഞാൻ ശ്രമിക്കാം സർ. Okay, simple. ഇതൊക്കെ ചെയ്ത കേസുകളല്ലേ സംഗീത? Okay. I have a very supportive father-in-law. Yes. I have a small house. Yes. I have a small pet. Yes. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? മനസ്സിലെ സ്വപ്നങ്ങളൊക്കെ ഇല്ലേ? ഇല്ല, കുറച്ച് പെസിമിസ്റ്റിക് ആണ് സർ. അത് വരുന്നില്ല. Yes. I have so many dreams. I have passion for life. Yes. I'm ambitious. Sorry, അതങ്ങനെയല്ലല്ലോ പറയണ്ടല്ലേ. I have so many dreams. Yes. അത്രേ ഉള്ളൂ സർ. Very good, very good, very good. Okay. Leah. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോ സ്ഥിരം അത് പറയുന്ന പേര് പറഞ്ഞു. Leah. What do you think that you have? I have a beautiful family. Yes. I have a good husband. I have a lovely daughter. I have a good friend. Yes. I have a scooter. Yes. Very good. Yes, Anusha പറയുന്നു she is okay. Welcome. Anusha പറയുന്നു she is also ready to say 5 things she has. Okay, Anusha. Sir, Yes, Anusha. I have a short girl. I have a short hair.
I Yes. have a singing. I have respective my family. Yeah. I have a dream my house. Yes. Okay. അനുഷ അതിനെപ്പറ്റുള്ള ഞാൻ എടുക്കണേ. I have singing എന്ന് പറയണ്ട. I have the singing ability. പാടാനുള്ള കഴിവുണ്ട്. Yes. Okay, Ability. sir. Okay. I have singing ability. Okay, അനുഷ, which type of song you sing? എങ്ങനെയുള്ള പാട്ടുകളാണ് അനുഷ പാടാറുള്ളത്? അനുഷ, Yes, sir. which type of song you sing? Which type of song? ഞാൻ കുഞ്ഞിലെ പാടിയതാണ്. മെലഡി അല്ലെങ്കിൽ ഫാസ്റ്റ് നമ്പർ, അന്യഭാഷാ ചിത്രങ്ങൾ, അങ്ങനെ പലതൊക്കെ ഉണ്ടല്ലോ. ഞാൻ ലൈറ്റ് മ്യൂസിക് പാടിയിട്ടുണ്ട്. Okay. Which is your favorite light music? അഷ്ടപദിയിലെ. അഷ്ടപദിയിലെ യെസ്. അതിന്റെ 4 പേര് പറഞ്ഞ അനുഷ. സർവേണോ? ഈ ഒരു അവസരം കിട്ടിയെന്ന് വരും കേട്ടോ. ഇത്രയും പേരുടെ മുന്നിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ്. 38 പേരാണ്. We are eagerly waiting for your voice. ഇപ്പൊ വോയിസ് ശരിയാവും അറിയില്ല, എന്നാലും പാടാൻ ശ്രമിക്കാം. വെരി ഗുഡ്. അതന്നെയാണ് വലിയ വലിയ കലാകാരന്മാരും എളിമ അങ്ങേ അറ്റൊരിക്കും. സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത് കഴിയുമ്പോഴാണ് വേറെ ലെവലാണ്. അതിന് മുൻപുള്ള എളിമ വിലയൊരിക്കും. പക്ഷെ പെർഫോമൻസ് അത് കടന്നു നമ്മൾ കഴിയും. ഇത്രയും കഴിവുള്ള ഒരാളാണോ ഇത്രയും എളിമയോടുകൂടി പെരുമാറുന്നത് എന്ന് നമുക്ക് തോന്നി. യെസ്, അതാണ് ഈ കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രത്യേകത. ഇതുപോലെ അഹങ്കാരം തലക്കുറിച്ചവരൊക്കെ ഉണ്ടല്ല, വേറെ 90% അങ്ങനെ ആയിരിക്കില്ല. യെസ് അനുഷ, യെസ്, വി ആർ റെഡി ടു ഹിയർ യുവർ വോയിസ്. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരി കത്തുന്ന കൽവിളക്കം ചാരി നിർധനൻ ഞാൻ മിഴിപൂട്ടി നിന്നു. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ. മതി. നമുക്ക് ഇതിൻ്റെതായ കുറെ പരിമിതികളുള്ളതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ വേറെ ലെവലല്ലേ. യെസ്, ഓക്കെ. പാട്ട് പാടാനുള്ള കഴിവുണ്ടാവുക എക്സലന്റ്. ഇത് പറയുന്നു ഇറ്റ് വാസ് ആൻ എക്സലന്റ് പെർഫോമൻസ്. എക്സലന്റ് പെർഫോമൻസ് എന്ന് പറയുന്നു. ഇനിയിപ്പോ ഞാനൊരു അവസരം തന്നില്ല എന്ന് പറയണ്ട. ആർക്കെങ്കിലും സാറേ നമ്മുടെ ആ കുട്ടി മാത്രമല്ല ഞാനും പാടും കേട്ടോ എന്നുറപ്പുള്ള ഒരാളേക്ക് പറയുന്നുണ്ട്. സാറ് ഞാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നുറപ്പുള്ളത്. ഞാൻ പാടാൻ എബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ല. എനിക്കാണെങ്കിൽ ഒന്ന് പാടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയുള്ളതാണ് അവിടെ. യെസ്, എനിബഡി? അശ്വതി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ലാസ്റ്റ് ആരും പോയില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ ഇറങ്ങിയതോ. യെസ് പാട്ട് നമുക്ക് വഴങ്ങൂല. യെസ്, പറഞ്ഞോളൂ. ഇനി ആർക്കെങ്കിലും ഞാനും രണ്ടുപേരും മൂടാമെന്ന് മനസ്സിൽ കോൺഫിഡൻസ് ഉള്ളവർക്ക് പറയട്ടോ. ഞാനിതില് ഒരിക്കൽ പാടിയിട്ടുണ്ട്. യെസ്, ശ്രീകുട്ടി ആ പറയാം. ശ്രീകുട്ടി നന്നായിട്ട് പാടും. വെരി ഗുഡ്. യെസ്, പാടും. വി ആർ റെഡി ടു ഹിയർ. ശ്രീകുട്ടി പാടിക്കൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് അടുത്താണ് റെഡി ആയിക്കോട്ടെ. പാടാൻ 3-4 പേര് വരും. യെസ്, റെഡി ആയിക്കോട്ടെ ശ്രീകുട്ടി. മഴയായി പാടൂ കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടൂ കാറ്റേ കടലേ,
കരൽ കാറ്റിൻ മുത്തുകളിൽ കരൽ കൊടുത്താരോ മധുരമായി പാടും മണി ശംഖുകളായി കാതിൽ തേൻമഴയായി പാടൂ കാറ്റേ കടലേ. So ഞങ്ങൾ ബാക്കി കൂടി കേൾക്കാൻ വേണ്ടി ഭീകരൽ വെയിറ്റ് ചെയ്യും. കുറച്ചും കൂടി അവിടെ നിർത്തി. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ യെസ് 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 വെരി ഗുഡ്. ഓക്കെ ശ്രീകുട്ടി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് അപ്പൊ ഈ രണ്ടുപേരും പാടിക്കഴിഞ്ഞപ്പോ ഉള്ളിന്റെ ഉള്ളിൽ പാടണമെന്ന് തോന്നിയ വേറൊരാളും കൂടിയില്ലേ? പേരെടുത്ത് മുന്നിലിരുന്ന കടലാസിൽ അറിയാതെയാണെങ്കിൽ ഒരു വരി എഴുതിയിട്ടാണില്ലേ? യെസ് ഉണ്ട് അങ്ങനെ ആളുണ്ട്. യെസ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 യെസ് പറഞ്ഞോളൂ അശ്വതി കണ്ടിന്യൂ. okay sir. കാർമോക്കികളെ തേടയുണരും തുലാമിന്നലായി വാതിലുകൾ തോറും നനയും നീലാനാളമായി വിവശമിന്തോ കാത്തിരുന്നു അലസമേതോ മൗനമാർന്നും വിവശനാനം കാത്തിരുന്നു അലസമേതോ മൗനമായി പറയാതറിഞ്ഞു നാം. ഓക്കെ സാർ. യെസ് പിന്നെ അടുത്ത വരി ഞാൻ വിചാരിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. യെസ് ഓക്കെ അശ്വതി അല്ലെങ്കിൽ കലാകാരിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. നേരത്തെ സഹോദരി പാട്ട് പാടുന്നത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അശ്വതിയും അങ്ങനെ കുറയാനായിട്ട് വഴിയില്ല എനിക്ക് തോന്നി. യെസ് ഇനി 1-ാം തീയതിയാണ് അശ്വര്യമായിട്ടുള്ള തുടക്കം ആയിക്കോട്ടെ. യെസ് അപ്പൊ രീതിയെ കൊണ്ട് കേൾപ്പിച്ചു കൊടുക്കുക അന്നത്തെ ക്ലാസ്സിൽ. ഹൗ വാസ് മൈ പെർഫോമൻസ്? യെസ് ഇനി ആരാണുള്ളത്? യെസ് കാവ്യ പറയുന്നു ഞാനത് ശ്രമിക്കാമെന്ന് പറയുന്നു. കാവ്യ ഈ കാവ്യയുടെ കാവ്യ കറക്റ്റായിട്ട് എന്ത് പറഞ്ഞാലും കറക്റ്റാണ് കാവ്യ. ഓക്കെ ഞാൻ നോക്കട്ടെ അതിനെക്കുറിച്ച്. എല്ലാരും 3:30 വരെ നിൽക്കട്ടാരും പോരുത്. ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ അങ്ങനെ പാടിയിട്ടൊന്നുമില്ല. വെറുതെ ഞാൻ ബാത്റൂം സിംഗർ എന്നൊക്കെ പാടാനേ ഉള്ളൂ. ഇതിലെല്ലാരും നന്നായി പാടുന്നുണ്ട്. അത്ര നന്നായിട്ട് പാടുന്നൊക്കെ അറിയില്ല. എന്നാലും ഞാൻ എപ്പോഴും എനിക്ക് പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് പാടാം. മാടി വിളിക്കുന്നു ദൂരെ മായാത്ത സ്നേഹത്തിൻ തീരം ആരും കൊതിക്കുന്ന തീരം ആനന്ദപ്പാൽ കടലോരം കാണാതെ കാണും സ്വപ്നം കാണാൻ പോരൂ പോരൂ ചാരേ മൂവന്തിച്ചേരേ മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിരാരോ ആരാരോ നിറദീപം ചാർത്തുന്നു മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിരാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഓക്കെ ഓക്കെ കാവ്യ ഇത് ഒരു കാലഘട്ടത്തിലെ സൂപ്പർ പാട്ടായിരുന്നു. അതെ സർ എനിക്ക് ആ മൂവി ആ സോങ് എനിക്ക് ഫേവറേറ്റ് ആണ് സർ. ഒരു കാലഘട്ടത്തിൽ വളരെ സൂപ്പർ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നീതു നീതു പറഞ്ഞോളൂ. നീതു പാടിക്കോളൂ. പറഞ്ഞോളൂ അല്ല പാടിക്കോളൂ. 1-ാം തീയതി ആയതുകൊണ്ടാണ് ഞാൻ ഒരു വിട്ടുവീഴ്ച ചെയ്തത്. സർ പാടട്ടെ. യെസ്. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ
കാൽത്തളയിൽ കൈവളയിൽ കിലുകിലേ കളിയാടി വരും നേരം കാതോർത്തിരുന്നിയമ്മ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ എന്നിഴി തന്നിൽ കൃഷ്ണമണി നീയേ. പിച്ച പിച്ച വയ്ക്കും കൺമണിയേ എന്നിഴി തന്നിൽ കൃഷ്ണമണി നീയേ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ. സാർ, എന്റെ ദൈവമേ, നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല അല്ലേ? ആളുകളൊക്കെ കഴിവുള്ള ആളുകളൊക്കെ പമ്മിരിക്കുകയാണ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഈ അടുത്ത പ്രിറ്റി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. പറഞ്ഞത് പ്രിറ്റി. സർ, ഞാനൊരു പാട്ട് പാടാം. അത്രയ്ക്കൊന്നും വോയിസ് കൊള്ളത്തില്ല, എന്നാലും പാടാം. യെസ്, ധൈര്യമായിട്ട് വരുന്നു. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മോകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. മേഘമായി താഴ്വരയിൽ ളമായി ആത്മാവിൽ നെഞ്ചിനാളം മൺചിരാതി നാളം പോൽ നിന്നാണ്. വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മോകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. താങ്ക് യു സർ. യെസ്, പ്രിറ്റി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് യെസ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഇതേപോലെ ആ പാട്ടിനോടുള്ള താല്പര്യം കിടക്കുന്നത് കൊണ്ടാണ് എവിടെയെങ്കിലും ചെറിയതായിട്ടൊന്ന് ഒരു 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 സ്പർശനം വരുമ്പോഴേ നമ്മളത് അതിന് ഒപ്പോട് പാടാം. പറയോ അപർണ? ഒരു പാട്ട് പാടാം, ട്രൈ ചെയ്യാം. യെസ്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരം മറുവാക്കുമിടുമോ എവിടെ സ്നേഹ രാജഹംസമേ. കഴിഞ്ഞു സർ. ഓ, വെരി ഗുഡ്. നേരത്തെ കാവ്യ പാടിയ പോലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്. ഈ പാട്ട് പാടിട്ട് ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ. യൂട്യൂബിൽ കണ്ടിട്ടില്ല, ഒരു അമ്മ കൊച്ചിനെ പാട്ട് പാടി കൊടുക്കാൻ വെറുതെ പാടിയ പാട്ടും മകൻ പിടിച്ചിട്ട് ഫേസ്ബുക്കിൽ പാടണം. വളരെയധികം വൈറലായ ആ ഒരു പാട്ട് കൂടിയാണ്. യെസ്. അപ്പോ ഇനി ആർക്കാണ് ഇതിൽ നിന്ന് പ്രചോദനം കൊടുക്കേണ്ടത്? യെസ്, 3 പേർക്ക് കൂടി ചാൻസ് ഉണ്ട്. 3 പേർക്ക് കൂടി ചാൻസ് ഉണ്ട്. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആയതുകൊണ്ട് ഒന്ന് കൈ നോക്കിയാലോ? ഇല്ല സാറേ, കോൾഡാണ്. അല്ലെങ്കിൽ ഞാൻ തകർക്കാൻ വായിരുന്നതാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. അതെ അതെ. അത് നല്ല പാട്ടുകാര് വയ്യാണ്ടിരിക്കുന്ന ഇത് കണ്ട. യെസ്. ഇനിയും ആരുടെയെങ്കിലും മനസ്സിലാക്കി വരുന്നുണ്ടാവില്ല, ഞാനും കൂടെ ഒന്ന് ശ്രമിച്ചാലോ എന്ന് അങ്ങനെ ഒരു ആശയം വന്നിട്ടില്ലേ? യെസ് യെസ്. ഇനി ആരാണ്? 5 വരെ ഉണ്ട്. അറിയൂ റെഡി? No, sir. Yes. Okay. Continue. അടുത്ത 5 വരെ എന്താണ് പറയുന്നത്? പാടുന്നത്? യെസ്. അയ്യോ സാർ, ഞാനില്ല.
യെസ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു നോക്കിയിരുന്നു. ശരി. ഇതിന്റെ അകത്ത് ഒരാളുടെ പേര് സംഗീത എന്നാണുള്ള. സംഗീത സംഗീത അടിപൊളി സംഗീതം പഠിക്കാനാണല്ലോ. ശ്രമിക്കാം സർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് ഓക്കെ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ മടിമേലെ മയങ്ങൂ മടിമേലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ മടിമേലെ മയങ്ങൂ മടിമേലെ. ഓക്കെ സർ, താങ്ക് യു. വെരി ഗുഡ് വെരി ഗുഡ്. ഇത് സംഗീത എന്നുള്ള പേര് വെറുതെ ഇട്ടതല്ല, അച്ഛനമ്മയും കൂടി ഭാവിയിലെ സംഗീതത്തിന് താല്പര്യമുള്ളവളായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഇട്ടതാണ്. യെസ് യെസ്. ശരി, ഇനി ആരാണ്? അർച്ചന. അർച്ചനാച്ചു. മനസ്സിൽ ചെറിയൊരു ആഗ്രഹം തോന്നി തുടങ്ങിയാൽ പാടിക്കൊള്ളണം. യെസ്, റെഡിയല്ലേ? റെഡിയല്ലേ? അല്ല. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഞാനാണ്. രണ്ടുപേരെ കൂടി സാർ അവസരമുണ്ട്. യെസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ. യെസ്, ആരുമില്ല? പറയാൻ പറ്റില്ല. ഈ ഇരിക്കുന്നവരിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഭാവിയിൽ എപ്പോഴെങ്കിലും സിനിമ പിടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഈ പാട്ട് പാടിയ ആരുടെയെങ്കിലും മനസ്സിലോ ഓർമ്മയുണ്ടാവും. അയാൾക്കൊരു ചാൻസ് കൊടുക്കാം എന്നൊരു തോന്നൽ വന്നാലും രീതി. അങ്ങനെ ഈ പട്ടൻ സദൻ എന്ന് പറയുന്നൊരു സിനിമാ നടൻ ഉണ്ടായിരുന്നു പഴയ സിനിമയിൽ. അപ്പൊ പഴയ ഹാസ്യ നടനാണ്. അപ്പൊ അദ്ദേഹം ഷൂട്ടിങ്ങിന് ഒരു ദിവസം വിളിച്ചിട്ട് തലേ ദിവസം മദ്യപിച്ചിട്ട് അയാൾ തല പൊന്താണ്ട് അങ്ങനെ വിഷമിച്ച് തല എഴുന്നേറ്റ് വരാൻ പറ്റുന്നുണ്ട്. അതേപോലെ ബുദ്ധിമുട്ട്. അപ്പൊ ഡയറക്ടർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. ഇവര് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ വേറെ തന്നെ പറഞ്ഞു, ഒരു പുതിയൊരു പയ്യൻ ചാൻസ് ചോദിച്ചു വന്നിട്ടുണ്ടല്ലോ, ആ പയ്യനെ വിളിച്ച് അഭിനയിപ്പിക്കുന്നത്. ആ പയ്യനാണ് ജഗദീഷ് ശ്രീകുമാർ. യെസ്. അപ്പൊ അദ്ദേഹം ജഗദീഷ് ശ്രീകുമാർ വലിയ ഇന്റർവ്യൂ പ്ലെയർ. അദ്ദേഹം വന്ന് ആ മദ്യപിച്ച് കിടന്നതാണ് എനിക്ക് ഒരു എൻട്രി ആയിട്ട് വന്നത്. അപ്പൊ അദ്ദേഹം മദ്യപിച്ചതിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്തു, എന്നെ വിളിച്ച് അഭിനയിപ്പിച്ചു. അതങ്ങനെ പിന്നെ പുള്ളിക്ക് സിനിമ വന്നു. ചാൻസ് കിട്ടണ്ടേ, ഒരു അവസരം കിട്ടണ്ടേ? യെസ്, എന്ന് പറഞ്ഞ പോലെ ഒരു അവസരം നിങ്ങളെ തേടി വരും. യെസ്, പറയൂ. ഇനി ആർക്കാണ്? ഇനിയിപ്പോ നമുക്ക് 5 മിനിറ്റുള്ള പേരിലാണ് ഞാൻ വേറെ വിഷയത്തിലോട്ടൊന്നും പോവാത്തത്. യെസ്. അപ്പൊ നിങ്ങളെ ഇതുപോലെ തന്നെയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, എഴുതുകയും കൂടി വേണം. പാടിക്കും, കുഴപ്പമില്ല. ചിലപ്പോ നിങ്ങൾക്ക് എന്നെ തോന്നുന്ന ഒരു പാട്ടൊന്നും എഴുതിയാലോ, ഒന്ന് എഴുതി നോക്ക്. അത് ഗുണത്തിക്കൊള്ളും. ഒരുപാട് സാധ്യതകളുണ്ട്. ഫിനാൻഷ്യലി വളരെയധികം സാധ്യതകളുള്ള സ്ഥലമാണ്. അതിൻ്റെ അത് വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയും, കൂടുതൽ എഴുതാൻ കഴിവുള്ളവരാണെങ്കിൽ, എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലി നിങ്ങൾക്ക് തുടരാം. ഇത് യാതൊരുവിധ ചെലവുകളില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. ഇതിൻ്റെ അകത്തുള്ള ആകെയുള്ള നമുക്ക് ഒരു മാസം അല്ല ഒരു 10,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ നമ്മളൊരു 3 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് 10,000 രൂപ ലാഭം അതിന് ഉണ്ടാക്കാൻ പറ്റും മാസം. നേരെ മറിച്ച് നമ്മൾ സിനിമയ്ക്ക് ഒരു പാട്ട് എഴുതരുത്, ആ ഒരു പാട്ടിന് 20,000 രൂപ 15,000 രൂപ അവർ കൊടുക്കുന്നു ഒരു പാട്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? നമ്മുടെ മനസ്സ്. യെസ്, ഞാനിത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് കുറച്ച് സിനിമ പ്രായമായി, അതോടെ നിൽക്കണ്ടേ?
നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൂടി നോക്കണം. അവർക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. ഒരു പക്ഷേ മറ്റൊരു അവസരപ്പച്ചനോ ചെറിയ അമ്മദേവോ അല്ലെങ്കിൽ OMV കുറിപ്പോ ഇതൊക്കെ ഇരിക്കുന്ന സംഗതികൾ നമുക്കറിയാൻ പറ്റില്ല. യെസ്, ഞാനൊരു കഴിഞ്ഞ അത് നിങ്ങൾ അവിടെ ഒബ്സർവ് ചെയ്യാം. ചിലപ്പോ അവരുടെ ജീവിതം അവിടെ അവര് രക്ഷപ്പെട്ടു വരും. യെസ്, ഇപ്പൊ ജയകുമാർ എന്ന് പറയുന്ന IAS ഓഫീസർ ഇല്ലേ, നമ്മുടെ ഒരുപാട് സിനിമകൾക്ക് പുള്ളി പാട്ട് എഴുതുന്ന ആളാണ്. ഒരു IAS ഓഫീസറാണ്. അപ്പൊ ആലോചിക്കും. അപ്പൊ അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, നിങ്ങൾ ഈ IAS ഓഫീസർ എന്ന് പറയുന്ന ജോലിയുടെ തിരക്കിന്റെ ഇടക്കും ഇത് എഴുതാൻ എങ്ങനെ പറ്റുന്നു? യെസ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്ന് കുറച്ചു നേരം ഭാര്യ മക്കളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ഒരു ലോകത്താണ്, വേറൊരു ലോകത്തോട്ട് പോകുകയും. യെസ്. അപ്പൊ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളിൽ ആ കഴിവുണ്ടെങ്കിൽ അത് ഇപ്പോഴേ തന്നെ റെഡിയാക്കി എടുത്തോളൂ. ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തനായ ഗാനരചയിതാവിന്റെ അമ്മ എന്ന പേര് നിങ്ങൾക്ക് അറിയപ്പെടും. യെസ്, അതിനറിയപ്പെടാനൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? യെസ്. മക്കളിങ്ങനെ കയറി കയറി ഉയർന്നങ്ങോട്ട് പോകുമ്പോ എന്റെ മകനാണത് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ നോക്കിയിട്ട് മറ്റുള്ളവര് ഭാഗ്യം ചെയ്ത അമ്മ എന്ന് പറയുമ്പോ ഒരു നിഗൂഢമായ ആനന്ദം ഉണ്ടാവില്ലേ? അമ്മയാകണമെങ്കിൽ ഇന്ന ആളെ പോലെ ആവണം, ഭാഗ്യം വേണം എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിലോട്ടൊക്കെ വരും. നമുക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല. യെസ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ഗതികൾ ഉണ്ടാവരുത്. നിങ്ങൾ ഒരു അമ്മ എന്നുള്ള രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ മക്കളെ ഒബ്സർവ് ചെയ്യും, നിരീക്ഷിക്കുക. വെറുതെ നോക്കി നിന്നാലല്ല, നിരീക്ഷണം വേണം. ക്ലീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ നിരീക്ഷിച്ച് കഴിയുമ്പോൾ വരികൾക്കിടയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. എവിടെയാണ് ആ ടാലന്റ് ഇരിക്കുന്നത് എന്ന് നമുക്ക് അത് കണ്ടെത്താൻ പറ്റുമല്ലോ. അങ്ങനെ കണ്ടെത്തിയിട്ട് അതിനെ നമ്മൾ റെഡിയാക്കുന്നത് വേറെ ലെവലാണ്. യെസ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കൊച്ചിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ 11 വയസ്സുള്ള കൊച്ചുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടിട്ട് പിരിയാനായിട്ട് നിൽക്കുകയാണ്. ഇവര് തമ്മിൽ പിരിയാൻ പാടില്ല. നമുക്ക് എന്ത് കാരണം കൊടുക്കാൻ പറ്റും മോളെ? 11 പഠിക്കുന്ന കൊച്ചപ്പ പറയുന്നത് അതിലൊരാ പെണ്ണെ നെഞ്ചുവേല വേണ്ട, അപ്പൊ മറ്റേ പോകില്ലല്ലോ. അത് പറയുന്നത് 11 വയസ്സുള്ള കൊച്ചാണില്ല. അപ്പൊ ഞാൻ നെഞ്ചുവേദനയൊക്കെ എപ്പോഴും കാണുന്ന സംഗതികളാണ്. അത് വേണ്ട. നമുക്ക് നെഞ്ചുവേദന അല്ലാതെ നമുക്കത് എന്ത് കൊടുക്കാൻ പറ്റും? യെസ്. ഞാനിത് പറയാൻ കാരണം ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അവർ ഈ സോഷ്യൽ മീഡിയ അതും ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. നമ്മൾ വിചാരിക്കുന്ന ലെവലൊന്നും അല്ല, അവരൊക്കെ വേറെ ലെവലാണ്. യെസ്. അപ്പൊ അതുകൊണ്ട് അവരുടെയൊക്കെ ടാലന്റ് നല്ല രീതിയിൽ ചാനലൈസ് ചെയ്ത് വിട്ടാൽ അവരുടെ അമ്മയെന്ന പേര് നിങ്ങൾ ഒരുപാട് അറിയപ്പെടും. നമ്മുടെ മനസ്സിൽ നടക്കാതെ പോയ ഒരുപാട് സ്വപ്നങ്ങളില്ലേ, ആ സ്വപ്നങ്ങൾ നമ്മുടെ മക്കളിലൂടെ നമ്മൾ നടക്കും. നമുക്ക് സാധിക്കാതെ പോയ, കയ്യിൽ പിടിക്കാൻ സാധിക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങളില്ലേ, അതൊക്കെ മക്കളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. യെസ്. ഞാനിത് പറയുന്നത് നിങ്ങൾ മക്കളെ ശരിക്കും ഒബ്സർവ് ചെയ്യും. എല്ലാവരിലും ഉണ്ടാകും ആ കഴിവ്. ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു കഴിവുകളുടെ അവരൊക്കെ തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഐ ഹാവിന് മാത്രം നിന്നത്. അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് ടെൻസിനെ കുറിച്ച് പറയാം. പാട്ട് പാടിയവർക്കും പാട്ട് ആസ്വദിച്ചവർക്കും രണ്ടും ഒരുപോലെ കഴിവാണ്. പാടാൻ മാത്രം കഴിവുണ്ടായ പോലെ പാട്ട് പാടുമ്പോൾ ആസ്വദിക്കാനുള്ള കഴിവുള്ളവർ കലാകാരന്മാരും കലാകാര്യങ്ങളുമാണ്. അപ്പൊ എല്ലാവരും ആരാണ്? കലാകാര്യങ്ങളാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. Thank you, sir. 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 Okay.